empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന ദബോറയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒത്തിരിയേറെ ഉത്തരവാദിത്വങ്ങൾ കർത്താവ് ഭരമേൽപ്പിച്ചെങ്കിലും അതെല്ലാം ഓരോന്നും വളരെ കൃത്യതയോടെ വിശ്വസ്തയോടെ നിറവേറ്റിയ ഒരു ധീര വനിതയായിരുന്നു ദബോറ. അവൾ ഒരു കുടുംബിനിയായിരുന്നു, അവൾ ഒരു പ്രവാചകിയായിരുന്നു, ന്യായാധിപയായിരുന്നു, ഒപ്പം യുദ്ധക്കളത്തിൽ മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുത്തവളായിരുന്നു. എല്ലാറ്റിലും ഉപരി കർത്താവിനെ പാടി ആരാധിക്കുന്ന ഒരു കർത്താവിന്റെ പ്രിയപ്പെട്ട മകളായിരുന്നു. ഈ ഓരോ മേഖലയിലും അവൾ വിശ്വസ്തയോടെ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന താലന്തുകൾ അത് ഇരട്ടിയായി അവൾ കർത്താവിന് തിരിച്ചേൽപ്പിച്ചു. നമ്മുടെ വ്യത്യസ്ത ജീവിത മേഖലകളിലെ വ്യത്യസ്തങ്ങളായ ജീവിത മണ്ഡലങ്ങളിൽ വിവിധങ്ങളായ റോളുകൾ വഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതിൽ ഓരോന്നും കർത്താവിന്റെ ശക്തി സ്വീകരിച്ചെങ്കിൽ മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അതെല്ലാം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ കണ്ടു. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന് പൗലോസ് ശ്ലീഹായുടെ ഏറ്റുപറച്ചിൽ നാം ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. സങ്കീർത്തകനായ ദാവീദ് 138 അധ്യായം അവിടെ 3-ാം തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, അവിടുന്ന് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവ് ഉത്തരം നൽകുന്ന ദൈവമാണ്. വിളിച്ചപേക്ഷിക്കുമ്പോൾ ആത്മാവിൽ ധൈര്യം പകർന്ന് അവിടുന്ന് ശക്തിപ്പെടുത്തി എന്ന സങ്കീർത്തകനായ ദാവീദ് ഏറ്റു പറയുന്നത്. നമുക്കും ദാവീദ് രാജാവിനെ പോലെ നമുക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആ മേഖലകളിലെല്ലാം കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവിൽ ധൈര്യം പകർന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ രാജാവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്താൽ എൻ്റെ ഉള്ളം നിറയും, ആത്മാവിനാൽ എന്നെ വഴി നടത്തും. അഭിഷേകത്താൽ എൻ്റെ ഉള്ളം നിറയും, ആത്മാവിനാൽ എന്നെ വഴി നടത്തും. എൻ്റെ യേശു എനിക്കായി ജീവൻ തന്നതാൽ ഞാൻ ഹല്ലേലൂയ പാടി വാഴ്ത്തുമേ. എൻ്റെ യേശു എനിക്കായി ജീവൻ തന്നതാൽ ഞാൻ ഹല്ലേലൂയ പാടി വാഴ്ത്തുമേ. അഭിഷേകത്താൽ എൻ്റെ ഉള്ളം നിറയും, ആത്മാവിനാൽ എന്നെ വഴി നടത്തും. അഭിഷേകത്താൽ എൻ്റെ ഉള്ളം നിറയും, ആത്മാവിനാൽ എന്നെ വഴി നടത്തും. എൻ്റെ യേശു എനിക്കായി ജീവൻ തന്നതാൽ ഞാൻ ഹല്ലേലൂയ പാടി വാഴ്ത്തുമേ. എൻ്റെ യേശു എനിക്കായി ജീവൻ തന്നതാൽ ഞാൻ ഹല്ലേലൂയ പാടി വാഴ്ത്തുമേ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്തുയർത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്വങ്ങളിലേക്ക് കർത്താവേ അങ്ങനെ അഭിഷേകത്തെ ഒഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക ദുഃഖങ്ങൾ എന്നെ തളർത്തുകില്ല, എൻ സങ്കടങ്ങൾ എന്നെ വിഴുങ്ങുകില്ല. ലോക ദുഃഖങ്ങൾ എന്നെ തളർത്തുകില്ല, എൻ സങ്കടങ്ങൾ എന്നെ വിഴുങ്ങുകില്ല. നരകോളം ചുമക്കാമെന്നരുളിയതാൽ ഞാൻ തെല്ലുമേ ഭയപ്പെടില്ല. നരകോളം ചുമക്കാമെന്നരുളിയതാൽ ഞാൻ തെല്ലുമേ ഭയപ്പെടില്ല.
അഭിഷേകത്താൽ എൻ്റെ ഉള്ളം നിറയും, ആത്മാവിനാൽ എന്നെ വഴി നടക്കും. അഭിഷേകത്താൽ എൻ്റെ ഉള്ളം നിറയും, ആത്മാവിനാൽ എന്നെ വഴി നടക്കും. എൻ്റെ യേശു എനിക്കായി ജീവൻ തന്നതാൽ ഞാൻ ഹല്ലേലൂയ പാടി വാഴ്ത്തുമേ. എൻ്റെ യേശു എനിക്കായി ജീവൻ തന്നതാൽ ഞാൻ ഹല്ലേലൂയ പാടി വാഴ്ത്തുമേ. നരയ്ക്കോളം ചുമക്കാമെന്നരുളിയതാൽ ഞാൻ തെല്ലുമേ ഭയപ്പെടില്ല. നരയ്ക്കോളം ചുമക്കാമെന്നരുളിയതാൽ ഞാൻ തെല്ലുമേ ഭയപ്പെടില്ല. ഞാൻ തെല്ലുമേ ഭയപ്പെടില്ല, തെല്ലുമേ ഭയപ്പെടില്ല. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങിൽ പരിപൂർണമായും ആശ്രയിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ ശക്തി എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ ആരാധന. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ശക്തനായവനിൽ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ജീവിതം മുഴുവൻ ഞങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു മാതൃക പിന്തുടരുവാനുള്ള ഒരു കൃപ ഈശോയോട് പറഞ്ഞ് ഞങ്ങൾക്ക് മേടിച്ചു തരണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ പാലക, പരിപൂർണമായും കർത്താവിൽ ആശ്രയിക്കുന്ന കുടുംബങ്ങളായി ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ രൂപാന്തരപ്പെടുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദബോറയുടെ ജീവിതത്തിലൂടെ കർത്താവ് വ്യക്തിപരമായി നാം ഓരോരുത്തരോടും എന്താണ് സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ദബോറയിലൂടെ കർത്താവ് നിറവേറ്റിയ വലിയ മഹത്തായ കാര്യങ്ങളെക്കുറിച്ച്. അവൾ ഒരു വ്യക്തിയായിരുന്നെങ്കിലും എന്തെല്ലാം കാര്യങ്ങളാണ് അവളിലൂടെ കർത്താവിന് ചെയ്യാൻ സാധിച്ചതെന്ന് നമ്മൾ കണ്ടു. ഒരു നല്ല കുടുംബിനിയായിരുന്ന അവൾ ഒപ്പം തന്നെ ആ ഒരു ഇസ്രായേൽ സമൂഹത്തിന്, തകർച്ചയിലായിരുന്ന, വിഷമാവസ്ഥയിലായിരുന്ന ഇസ്രായേൽ സമൂഹത്തിന് ഒരു പ്രവാചകയായിരുന്നു. ഒപ്പം അവരുടെ ന്യായാധിപയായിരുന്നു. വീണ്ടും നമ്മൾ അവിടെ കാണുന്നുണ്ട്, കർത്താവിന്റെ ഹിതം തന്റെ ജനത്തെ അറിയിക്കുമ്പോൾ, ബാറക്കിന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിനായി പോകുവാൻ കർത്താവ് ആജ്ഞാപിക്കുമ്പോൾ അവർക്ക് ശക്തിയായി മാറുന്നത് ദബോറയുടെ സാന്നിധ്യമായിരുന്നു. കർത്താവിലുള്ള അവളുടെ ആ ഒരു അടിയുറച്ച വിശ്വാസമായിരുന്നു ആ ഒരു ഇസ്രായേൽ സേനയുടെ മുൻനിരയിൽ ശക്തിയായി മാറുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീയെ ഇത്രമാത്രം വലിയൊരു സ്ഥാനത്തേക്ക് കർത്താവ് ഉയർത്തിയപ്പോൾ അതിൽ നിന്നും കർത്താവ് ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും എന്താണ് സംസാരിക്കുന്നതെന്ന്. അന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പൊതുവായ പ്രാധാന്യമൊന്നുമുള്ള ഒരു കാലമല്ല. തങ്ങളുടെ കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി അങ്ങനെ ജീവിച്ചു പോകുന്നവരായിരുന്നു അന്നത്തെ സ്ത്രീകൾ എല്ലാവരും. ആ ഒരു സമയത്താണ് ദബോറ എന്ന ഒരു സ്ത്രീയെ ഇത്രയേറെ ഉത്തരവാദിത്വങ്ങൾ കർത്താവ് ഏൽപ്പിച്ച് ഇസ്രായേൽ സമൂഹത്തിന്റെ ഇടയിൽ നിന്നും ഉയർത്തുന്നത്. ഈ ഉത്തരവാദിത്വങ്ങൾ എല്ലാം പൂർത്തീകരിക്കുവാൻ ദബോറയെ ശക്തിപ്പെടുത്തിയത്, അവൾക്ക് അതിനുള്ള ഒരു ഇൻസ്പിരേഷൻ കൊടുത്തത് എന്തായിരിക്കും? അവളുടെ സ്വഭാവത്തിലുള്ള ആ ഒരു പ്രത്യേകത, ധൈര്യത്തോടെ, ധീരതയോടെ തന്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം മുൻനിരയിൽ നിന്ന് ചെയ്യാനുള്ള അവളുടെ ഒരു ധൈര്യം, അതായിരിക്കുമോ അവൾക്ക് ബലമായി തീർന്നത്? എന്റെ പ്രിയ സഹോദരങ്ങളെ, ആത്മീയ മേഖലയിൽ ധൈര്യം എന്ന് പറയുമ്പോൾ, ധീരത എന്ന് പറയുമ്പോൾ, പേടിയില്ലാതെ, ഭയമില്ലാതെ എന്തിനേയും നേരിടാൻ തയ്യാറെടുപ്പുള്ള ആ ഒരു തന്റേടത്തോടെ മുന്നോട്ട് വരുന്ന ഒരു സ്വഭാവമല്ല ധൈര്യം അഥവാ ധീരത എന്ന് പറയുന്നത്. നമ്മൾ പലവരെയും കണ്ടതാണ്, പല സ്ത്രീകളെയും നമ്മൾ കണ്ടു ധീരതയോടെ കർത്താവിന് വേണ്ടി നിലപാടുകൾ എടുക്കുന്നവരെ. എന്തായിരുന്നു അവരുടെ ആ ധീരതയുടെ ബലം എന്ന് പറയുന്നത്? കർത്താവിനോടുള്ള അവരുടെ അനുസരണം, കർത്താവിന്റെ നിയമം പാലിക്കുന്നതിനുള്ള അവരുടെ ആ ഒരു വലിയ ആഗ്രഹം, അതായിരുന്നു അവർക്ക് ധീരതയായി മാറിയത്. അതായിരുന്നു അവരുടെ ഭയത്തെ കടന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ പ്രേരക ശക്തിയായി തീർന്നത്. കർത്താവിലുള്ള ആശ്രയത്വവും
കർത്താവിനോടുള്ള അനുസരണവുമായിരുന്നു അവരുടെ എല്ലാം ധീരതയുടെ ബേസ് എന്ന് പറയുന്നത്. ഇത് തന്നെയായിരുന്നു ഇവിടെ ദബോറയുടെ ജീവിതത്തിലും സംഭവിച്ചത്. സാധാരണഗതിയിൽ നമ്മൾ ചിന്തിച്ചാൽ അന്നത്തെ സമൂഹത്തിൽ ഒരു സ്ത്രീ മുൻനിരയിൽ വന്ന് യുദ്ധനിരയിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. എന്നാൽ ദബോറയോട് ഇത് ആവശ്യപ്പെട്ടപ്പോൾ അവൾ അതിന് തയ്യാറാവുകയായിരുന്നു. എന്തുകൊണ്ട് ദബോറ ഇതിനെല്ലാം മുന്നിട്ട് നിന്നു? ഒരു പ്രവാചികയായി സ്വയം അവൾ എന്തുകൊണ്ട് മുന്നോട്ട് കടന്നു വന്നു? ന്യായാധിപയായി ജനത്തിനു വേണ്ടി എന്നും അവൾ ആ ഈന്തപ്പനയുടെ കീഴിൽ വന്ന് ന്യായാധിപയായി അവിടെ ഇരുന്നിരുന്നു. എന്താണ് അവൾക്ക് ഇതിനൊക്കെയുള്ള ശക്തി കൊടുത്തത്? എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനോടുള്ള അവളുടെ വിധേയത്വമായിരുന്നു, കർത്താവിലുള്ള അവളുടെ ആശ്രയത്വമായിരുന്നു. കൂടുതലായി പറഞ്ഞാൽ നമുക്ക് കർത്താവ് അവൾക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ എന്തെല്ലാം എന്ന് അവൾ വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നു. ഇസ്രായേൽ സമൂഹത്തെ കർത്താവ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അവൾ അറിഞ്ഞിരുന്നു. ദൈവവചനം അവൾ ഗ്രഹിച്ചിരുന്നു. നമുക്ക് നിയമാവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരാം. നിയമാവർത്തനങ്ങൾ 31 അധ്യായം, അവിടെ 6 തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശക്തരും ധീരരുമായിരിക്കുവിൻ. ശക്തരും ധീരരുമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് കർത്താവ് സർവശക്തനായ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ വാഗ്ദാനമായിരുന്നു, പ്രോമിസ് ആയിരുന്നു. ഈ ഒരു വാഗ്ദാനം ദബോറയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഈ ഒരു വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിച്ചവളായിരുന്നു ദബോറ. എത്ര വലിയ ശത്രുക്കളെ നേരിടേണ്ടി വന്നാലും കർത്താവ് തങ്ങളോടൊപ്പമുണ്ടെങ്കിൽ തങ്ങൾക്കൊന്നിനെയും പരിഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന് ദബോറയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. ദൈവവചനത്തിലുള്ള അവളുടെ അറിവും അതിലുള്ള അവളുടെ വിശ്വാസവുമായിരുന്നു ഇതിനായി ദബോറയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വത്തിന്റെ, ആ ഒരു ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് അവൾക്ക് ഏറ്റവും വലിയ പ്രേരക ശക്തിയായി തീർന്നത്. ഈ ദൈവത്തിന്റെ വാഗ്ദാനം, കർത്താവിന്റെ ഒരു പ്രോമിസ് അവർക്കുണ്ടായിരുന്നു. ഇതറിയത്തില്ല അല്ലെങ്കിൽ ഇതേപ്പറ്റി ബോധ്യമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ദബോറയ്ക്ക് ഈ ഒരു ലീഡർഷിപ്പിലേക്ക് കടന്നു വരാൻ സാധിക്കത്തില്ല. അവളുടെ ആ നേതൃത്വത്തെ ശക്തിപ്പെടുത്തിയത് കർത്താവിന്റെ ഈ ഒരു പ്രോമിസ് ആയിരുന്നു. അതായിരുന്നു അവളുടെ ബലം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഒത്തിരിയേറെ ഉത്തരവാദിത്വങ്ങളുണ്ട്, ഒത്തിരിയേറെ കടമകളുണ്ട്. അതെല്ലാം ചെയ്യാൻ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കണമെങ്കിൽ കർത്താവിന്റെ വചന വാഗ്ദാനങ്ങൾ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാൻ നമുക്കറിയണം. അതിന്റെ ആ ഒരു ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. ദബോറയ്ക്ക് അത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതായിരുന്നു അവളുടെ ആ ഒരു ശക്തി എന്ന് പറയുന്നത്. വീണ്ടും കർത്താവിന്റെ ഹിതം എന്താണെന്ന് അവൾ കൃത്യമായി ഗ്രഹിച്ചിരുന്നു. തന്നെ കുറിച്ച്, തന്റെ ജനത്തെക്കുറിച്ച് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ദബോറ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. കർത്താവിന്റെ അരുളപ്പാട് അവൾ സ്വീകരിച്ചിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 4 അധ്യായം 6 വാക്യത്തിന്റെ 2 ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ അബിനോവാമിന്റെ മകനായ ബാറക്കിനെ, ദബോറ അബിനോവാമിന്റെ മകനായ ബാറക്കിനെ നഫ്താലിയിലെ കാദേശിൽ നിന്ന് ആളയച്ചു വരുത്തി പറഞ്ഞു. നഫ്താലിയിലെ കാദേശിൽ നിന്ന് ആളയച്ച് വരുത്തി പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു. ഇവിടെ ദബോറ കർത്താവിന്റെ ഹിതം കൃത്യമായി തിരിച്ചറിയുകയാണ്. കർത്താവിന്റെ ആഗ്രഹം എന്താണെന്ന്, കർത്താവിന്റെ പ്ലാൻ എന്താണെന്ന് ദബോറ മനസ്സിലാക്കുകയാണ്. അതനുസരിച്ച് അവൾ ആക്ഷൻ എടുക്കുകയാണ്. കർത്താവിന്റെ ആഗ്രഹപ്രകാരം അവൾ ബാറക്കിനെ വിളിച്ചു വരുത്തി പറയുകയാണ്, കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു. കർത്താവിന്റെ ഹിതം എന്താണെന്ന് അവൾ ബാറക്കിനെ വിളിച്ചു വരുത്തി പറയുകയാണ്. കർത്താവിന്റെ വചന വാഗ്ദാനങ്ങളിലുള്ള അവളുടെ വിശ്വാസം, കർത്താവിന്റെ ഹിതം എന്താണെന്നുള്ള അവളുടെ തിരിച്ചറിവ്. വീണ്ടും നമ്മൾ കാണുന്നു കർത്താവിന്റെ പ്ലാൻ എന്താണെന്ന്, കർത്താവ്
കർത്താവ് എന്താണ് പദ്ധതി ഇടുന്നതെന്ന് അവൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. വീണ്ടും ബാറക്കിനോട് പറയുമ്പോൾ തുടർന്ന് അവൾ വളരെ വിശദമായി കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. തുടർന്നുള്ള 6-ാം വാക്യത്തിന്റെ ബാക്കി ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നീ നഫ്താലിയുടെയും സെബലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 10,000 പേരെ താബോർ മലയിൽ അണിനിരത്തുക. വീണ്ടും വീണ്ടും അവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കർത്താവിന്റെ വഴികൾ, അവരെ ശത്രുവിനെ തുരത്താനുള്ള കർത്താവിന്റെ വഴികൾ എന്താണെന്ന്, ആ ഒരു പ്ലാൻ എന്താണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയി ദബോറ ബാറക്കിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ദൈവവചനത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ ആ ഒരു മനസ്സറിഞ്ഞ് കർത്താവിന്റെ വഴികൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ മകളെ നമ്മൾ ഇവിടെ കാണുന്നത്. അതായിരുന്നു ദബോറയുടെ ശക്തി. ദബോറയുടെ ജീവിതത്തിൽ വിശ്വാസത്തെ പ്രതി നിലപാടുകൾ എടുക്കാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ അവളെ ബലപ്പെടുത്തിയത് ഇതെല്ലാമായിരുന്നു. കർത്താവിനെ അവൾ തിരിച്ചറിഞ്ഞു, കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ അവൾ വിശ്വസിച്ചു, കർത്താവിന്റെ വഴികൾ അവൾ മനസ്സിലാക്കി. ഇത് തന്നെയാണ് പഴയ നിയമത്തിൽ ഒത്തിരിയേറെ പ്രവാചകന്മാരിലും നമ്മൾ കാണുന്നത്. അവരെല്ലാവരും കർത്താവിന്റെ വഴികൾ മനസ്സിലാക്കിയവരായിരുന്നു. എങ്ങോട്ട് പോകണം, എതിലേ പോകരുത് എന്നവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. കർത്താവിന്റെ വഴികൾ മനസ്സിലാക്കിയവരായിരുന്നു പഴയ നിയമത്തിലെ പ്രവാചകരിൽ ഏറിയവരും. നമുക്ക് മോശ പ്രവാചകനിലേക്ക് ഒന്ന് കടന്നു വരാം. മോശയെ കുറിച്ച് സങ്കീർത്തകനായ ദാവീദ് പറയുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ട്. സങ്കീർത്തനങ്ങൾ 103-ാം അധ്യായം 7-ാം വാക്യം. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. തന്റെ വഴികൾ കർത്താവ് മോശയ്ക്ക് വെളിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ കർത്താവിൽ പരിപൂർണമായും ആശ്രയിച്ച് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ മോശയ്ക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. വളരെ ധീരതയോടെ മോശ മുന്നോട്ട് പോകാനുള്ള കാരണം എന്തായിരുന്നു? കർത്താവിന്റെ വഴികൾ മോശയ്ക്ക് അറിയാമായിരുന്നു. കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മോശ മനസ്സിലാക്കിയിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദബോറയിലൂടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് കർത്താവിന്റെ വഴികൾ മനസ്സിലാക്കി, കർത്താവിന്റെ ഇഷ്ടം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ്. അത് തന്നെയായിരിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ബലമായി മാറുന്നതും. കർത്താവിന്റെ ഹിതം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊന്നും നമ്മെ തടസ്സപ്പെടുത്തുകയില്ല, മറ്റൊന്നും നമ്മളെ ഭയപ്പെടുത്തുകയില്ല. ധീരതയോടെ നിൽക്കാനുള്ള ആ ഒരു ശക്തി നമുക്ക് നൽകുന്നത് കർത്താവിന്റെ വഴികൾ അറിയുന്ന ആ ഒരു നിമിഷമാണ്. അതാണ് നമ്മളുടെ ശക്തിയായി തീരുന്നത്. ദബോറ ഇത്ര വലിയ റിസ്ക് ഏറ്റെടുക്കാൻ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇത്രയും വലിയൊരു സ്റ്റെപ്പ് എടുക്കാൻ ദബോറയെ ശക്തിപ്പെടുത്തിയത് അവൾ കർത്താവിന്റെ വഴികൾ അറിഞ്ഞിരുന്നു എന്നതാണ്. എന്താണ് കർത്താവ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു എന്നതാണ്. അത് തന്നെയാണ് ദബോറയെ അവരുടെ ലീഡറായി മാറ്റിയതും. 4-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദബോറ വളരെ വ്യക്തമായ ഒരു കമാൻഡ് തന്റെ ജനത്തിന് നൽകുന്നുണ്ട്. ദബോറ ബാറക്കിനോട് പറഞ്ഞു, മുന്നേറുക. കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത്. നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ? കർത്താവിൽ നിന്ന് ധൈര്യം സ്വീകരിച്ച്, ശക്തി സ്വീകരിച്ച് ദബോറ മറ്റുള്ളവർക്ക് ശക്തിയായി മാറുകയാണ്, അവരുടെ ധൈര്യമായി മാറുകയാണ്, അവരുടെ പ്രചോദനമായി മാറുകയാണ്. അവരുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് ദബോറ പറയുകയാണ്, നമ്മെ നയിക്കുന്നത് കർത്താവാണ്, ധൈര്യമായി മുന്നോട്ട് പോവുക എന്ന്. സിസേറ എന്ന് പറയുന്നത് 20 വർഷമായി അവരെ അടിച്ചമർത്തി ഭരിച്ചിരുന്ന സേനാധിപതിയായിരുന്നു. എന്നിട്ടും ആ ആൾക്കെതിരെ മുന്നേറാൻ അവർക്ക് ബലം കൊടുത്തത് ദബോറയുടെ വാക്കുകളായിരുന്നു. ദബോറയിലൂടെ കർത്താവിന്റെ ശക്തിയായിരുന്നു. അത്രമാത്രം ദബോറയെ ബലപ്പെടുത്തിയത് എന്താണെന്നാണ് നമ്മൾ കണ്ടത്. കർത്താവിലുള്ള ദബോറയുടെ ആ ഒരു വിശ്വാസം, കർത്താവിന്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം, കർത്താവിന്റെ വഴികളിലുള്ള ആ ഒരു ഉറപ്പ്, അതായിരുന്നു ദബോറയുടെ ശക്തിയായി മാറിയത്.
നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് മക്കബായരുടെ പുസ്തകത്തിലെ ആ 7 രക്തസാക്ഷികളായ മക്കളുടെ അമ്മയെ കുറിച്ച്. ആ അമ്മയുടെ ധൈര്യം എന്തായിരുന്നു? ലോകത്തിന്റെ മുൻപിൽ നാം നിസ്സാരമായി ഒന്ന് ചിന്തിച്ചാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ദൃഷ്ടിയിൽ ആ അമ്മയ്ക്ക് ഇത്രമാത്രം ബലം കൊടുത്തത് എന്തായിരുന്നു? 7 മക്കളും ഒന്നിനു പുറകെ ഒന്നായി അവരെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിക്കാൻ അമ്മയ്ക്ക് ശക്തി കൊടുത്തത് എന്തായിരുന്നു? മക്കബായരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം അവിടെ 20-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് തിരുവചനം പറയുന്നുണ്ട്, ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. ധീരതയോടെ അവൾ അത് സഹിക്കുകയാണ് ചെയ്തത്. അവൾ ഭയന്നു പോയില്ല, പതറിപ്പോയില്ല. എന്തായിരുന്നു അവളുടെ ധീരത? കർത്താവിലുള്ള പ്രത്യാശയാണ് അവൾക്ക് ധൈര്യമായി മാറിയത്. അതാണ് അവളെ ധീരയാക്കിയത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പഠിച്ച ഒത്തിരിയേറെ സ്ത്രീകളുണ്ട്. പ്രിഷില്ല, ലിദിയ, മഗ്ദലന മറിയം, ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ഒത്തിരിയേറെ ധീരരായ വനിതകൾ. നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തിലുള്ള വിശുദ്ധരായ വനിതകൾ. ഇവരെ എല്ലാം ബലപ്പെടുത്തിയത്, ഇവർക്കെല്ലാം ധൈര്യമായി മാറിയത് എന്തായിരുന്നു? കർത്താവിലുള്ള അവരുടെ പ്രത്യാശയായിരുന്നു, കർത്താവിന്റെ വചനത്തിലുള്ള അവരുടെ വിശ്വാസമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ നമുക്ക് ഓരോരുത്തർക്കും ഒരു ആഹ്വാനം നൽകുന്നുണ്ട്. 5-ാം അധ്യായം 16-ഉം 17-ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. പൗലോസ് ശ്ലീഹ ഇവിടെ വളരെ വ്യക്തമായി നാം ഓരോരുത്തരോടും പറയുകയാണ്, നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്തെന്ന്, എത്രമാത്രം ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കണമെന്ന്. ഭോഷന്മാരാകാതെ കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി, കർത്താവിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിലപാടുകൾ എടുക്കുന്നവരായി നമുക്ക് മാറാം. ദബോറ നമ്മളെ കാണിച്ചു തന്നതുപോലെ കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്ത് തന്നെ സാഹചര്യങ്ങളാണെങ്കിലും ധീരതയോടെ മുന്നോട്ട് പോകുവാനുള്ള കൃപ കർത്താവിന്റെ ആ ഒരു ഹിതം അറിയുമ്പോഴാണ് നമുക്ക് ലഭിക്കുക. എന്നെക്കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം എന്താണ്, ഈ ഒരു സാഹചര്യത്തിൽ കർത്താവിന്റെ ഇഷ്ടം എന്താണ്, അതറിഞ്ഞ് മുന്നോട്ട് പോകുന്നവരായി നമുക്ക് മാറാം. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകിയ ആഹ്വാനങ്ങളെ ഓർത്ത് നന്ദിയുള്ള മനസ്സോടെ നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. നമുക്ക് കർത്താവ് നൽകിയ ആഹ്വാനങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് കർത്താവിനോട് ചേർന്ന് ആ ഒരു പ്രത്യാശയിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. ക്രൂശു ചുമന്ന് തളർന്നെനിക്കായി, ഘോരമാം ശിക്ഷയതേറ്റെനിക്കായി. ക്രൂശു ചുമന്ന് തളർന്നെനിക്കായി, ഘോരമാം ശിക്ഷയതേറ്റെനിക്കായി. മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ഞങ്ങൾ നന്ദി പറയുകയാണ്.
അങ്ങ് ഞങ്ങളെ നയിക്കുന്നതിനായിട്ട് ഈശോയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കർത്താവിൻ്റെ മറ്റൊരു ആഹ്വാനവുമായി ഒരുമിച്ച് വരാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഒരുമിച്ച് ഐക്യത്തോടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.